സ്കൂളിലെത്താൻ റോഡില്ലാത്തതിനാൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിൽ. ഇടുക്കി പണിക്കൻകുടി ചെമ്പകപ്പാറ റോഡ് നിർമ്മിക്കാത്തതിനാലാണ് വിദ്യാർത്ഥികൾ ദുരിതത്തിലായത്. കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത ഇവിടെ വന്യമൃഗാക്രമണവും വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാണ്. റോഡ് നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം തടസ്സം നിൽക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. കൊന്തത്തടി പഞ്ചായത്തിൽപ്പെടുന്ന പണിക്കൻകുടി കുരിശിങ്കൽ തോപ്പിൽപ്പടി വഴി ചെമ്പകപ്പാറയിലെത്തുന്ന റോഡാണ് കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്തത്. 50 വർഷത്തിലധികം പഴക്കമുള്ള റോഡിന് 5 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. എന്നാൽ പല ഘട്ടങ്ങളിലായി റോഡ് കോൺക്രീറ്റ് നടത്തിയെങ്കിലും കേവലം 360 മീറ്റർ മാത്രമാണിപ്പോൾ മൺപാതയായി അവശേഷിക്കുന്നത്. ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള ഇവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ സംഘടിച്ച് ജനകീയമായ റോഡ് നിർമ്മിക്കുവാനെത്തിയത്. എന്നാൽ ഇത് വനവകുപ്പ് തടഞ്ഞു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ഉൾപ്പെടെ പരാതിയുള്ളതിനാൽ റോഡ് നിർമ്മിക്കുവാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി കാൽനടയാത്ര പോലും സാധ്യമല്ലെന്നും അപകടകരമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗാക്രമണം ഉൾപ്പെടെ ഉണ്ടാകുന്നതായും വിദ്യാർത്ഥികളും പറഞ്ഞു. ചെമ്പപ്പാറ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ വഴി കൂടെ പോകാനും നടക്കാനും ഒന്നും പറ്റത്തില്ല. വന്യമൃഗങ്ങളും കാട്ടുപന്നി കുരങ്ങന്മാരൊക്കെയാണ്. നടക്കാനൊന്നും പറ്റത്തില്ല. വണ്ടി വരാൻ സൗകര്യമില്ല. ഇവിടെ ഈ വഴിയൊന്നും നല്ലതല്ല. മഴയത്തൊന്നും വണ്ടിയൊന്നും കയറത്തില്ല. ആശുപത്രി കാര്യങ്ങൾക്കൊന്നും വഴിയൊന്നുമില്ല. റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നതാണ് ഈ റോഡ്. എന്നാൽ വനം വകുപ്പിനാണ് സംരക്ഷണ ചുമതല. റോഡ് നിർമ്മിക്കുന്നതിന് DFO മൗനാനുവാദം നൽകിയിരുന്നു. എന്നാൽ മേഖലയിലെ പഞ്ചായത്ത് മെമ്പർ റെജിമോൻ റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ഈ റോഡ് പണിയുന്നതിനുള്ള അനുമതി നൽകിയാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പണി വരെ വീട്ടിലായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായി ഇപ്പോൾ ആ വഴിപണി നടത്തുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുവാദം തരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. DFOയിൽ നിന്നും രേഖാമൂലം അല്ലെങ്കിലും മൗനാനുവാദം ലഭിച്ചതിന് ശേഷമാണ് ഈ റോഡ് പണിയുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഇവരെ മുൻപോട്ട് പോയിട്ടുള്ളത്. ഇതേ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ വനവകുപ്പ് സെക്ഷൻ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് വെള്ളത്തൂവൽ പോലീസ് സ്ഥലത്തെത്തിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ 30 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താമെന്നും അറിയിച്ചു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മെമ്പർ സ്ഥലത്തെത്തിയില്ല. ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് അധികൃതരും തിങ്കളാഴ്ച സ്ഥലത്തെത്തി പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.